ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സുരക്ഷിതരായിട്ടും ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെയിൽ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഏതൊക്കെ പ്ലാൻസാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് നോക്കാം. അതിന് മുന്നോടിയായിട്ട് നമ്മൾ DTDC കൊറിയർ സർവീസ് വഴിയായിരിക്കും പ്ലാൻസ് അയക്കുന്നത്. പിന്നെ സ്പീഡ് പോസ്റ്റും അവൈലബിൾ ആണ്. പിന്നെ ഗൂഗിൾ പേ ആണ് നമ്മുടെ അക്കൗണ്ട് മെത്തേഡായിട്ട് വരുന്നത്. പ്ലാൻസ് ആവശ്യമുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. ആദ്യമായിട്ട് സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത് സർവ്വസുഗന്ധിയുടെ തൈകളാണ്. അപ്പോൾ ഇതൊരു സ്പൈസസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 40 രൂപയാണ്. അടുത്ത് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ലക്ഷ്മി തരുവിൻ്റെ തൈകളാണ്. ഇതിൻ്റെ ലീഫ് ഉപയോഗിച്ച് കഷായം ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ക്യാൻസർ എന്ന രോഗം ഒരു പരിധിവരെ ശമനം കിട്ടുമെന്ന് പറയപ്പെടുന്നുണ്ട്. പ്ലാന്റിന് റേറ്റ് വരുന്നത് 50 രൂപയാണ്. അടുത്തത് ലക്കി ബാംബുവിൻ്റെ വെരിഗേറ്റഡ് ലീഫോട് കൂടിയ പ്ലാന്റാണ് സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത്. പ്ലാന്റ് സൈസ് ഈ കാണിക്കുന്നതാണ്. റേറ്റ് വരുന്നത് 30 രൂപയാണ്. റൂട്ടഡ് പ്ലാന്റാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അടുത്ത ചെമ്പരത്തിയുടെ തന്നെ ഒരു വെറൈറ്റിയാണ്. വെരിഗേറ്റഡ് ലീഫോട് കൂടിയ ഈ ചെമ്പരത്തിയുടെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട്. ഇതിൽ റെഡ് കളറിലെ ഫ്ലവറാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 50 രൂപയാണ്. അടുത്തതും ചെമ്പരത്തിയുടെ ഒരു വെറൈറ്റിയാണ്. ഈ കാണിക്കുന്നതാണ്. മിനിയേച്ചർ ടൈപ്പിലുള്ളതാണ് കേട്ടോ. അപ്പോൾ പ്ലാന്റ് സൈസ് വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. റേറ്റ് വരുന്നത് 60 രൂപയാണ്. അപ്പോൾ ഇതിലില്ലാത്ത 2-3 വെറൈറ്റി നമ്മൾ കാറ്റലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാറ്റലോഗ് വഴി നിങ്ങൾക്ക് പ്ലാന്റ്സ് ഓർഡർ ചെയ്യാവുന്നതാണ്. അടുത്ത് വരുന്നത് ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ്. വെസ്റ്റ് ഇന്ത്യൻ ചെറി അല്ലെങ്കിൽ ആപ്പിൾ ചെറി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഫ്രൂട്ട് പ്ലാന്റിൻ്റെ തൈകളാണ്. അപ്പോൾ ഇതിലുണ്ടാകുന്ന ഫ്രൂട്ട് ആപ്പിളിൻ്റെ ഷേപ്പിലായിരിക്കും കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ആപ്പിൾ ചെറി എന്ന പേരിലും കൂടി അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും വലുപ്പത്തിലുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത്. റേറ്റ് വരുന്നത് 75 രൂപയാണ്. അപ്പോൾ ആവശ്യക്കാർ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. അടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആയ ലോറ പെറ്റാലത്തിൻ്റെ തൈകളാണ്. ഇതിൽ ഡാർക്ക് പിങ്ക് ഷെയ്ഡിലുള്ള ഫ്ലവേഴ്സാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നമുക്ക് തറയിലും ചട്ടിയിലും ഒരുപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ്. അപ്പോൾ ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാം. ഈ വലിപ്പത്തിലുള്ള തൈകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. റേറ്റ് വരുന്നത് 65 രൂപയാണ് കേട്ടോ. ഇത് ഓഫർ പ്രൈസാണ്. ഇതിൻ്റെ തന്നെ വലിയ പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ടുണ്ട്. അതിന് റേറ്റ് 90 രൂപയാണ്. അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് നാടൻ മരമുല്ലയുടെ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് കേട്ടോ. അപ്പോൾ നല്ലവണ്ണം വളർന്നു പോകുന്ന പ്ലാന്റുകളാണ്. ഇതിൽ വെളുത്ത് മനോഹരമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല മണമുള്ള പൂക്കളാണ് കേട്ടോ. പ്ലാന്റ് സൈസ് ഈ കാണിക്കുന്നതാണ്. റേറ്റ് വരുന്നത് 70 രൂപയാണ്. അടുത്ത പ്ലാന്റ് വരുന്നത് മരമുല്ലയുടെ തന്നെ മിനിയേച്ചർ ടൈപ്പായിട്ടുള്ള ഈ വലുപ്പത്തിലുള്ള തൈകളാണ് കേട്ടോ. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് 70 രൂപ തന്നെയാണ്. ഇതിലും കുഞ്ഞു കുഞ്ഞു വെളുത്ത ഫ്ലവേഴ്സാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നല്ല മണമുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ ഇതിലും ഉണ്ടാകുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ്. റേറ്റ് വരുന്നത് 70 രൂപ. അടുത്ത പ്ലാന്റ് വരുന്നത് മുരായയാണ്. മുരായയുടെ വെരിഗേറ്റഡ് ലീഫാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ലീഫിൽ വൈറ്റ് ഷെയ്ഡും കൂടി വരുന്നുണ്ട്. റേറ്റ് വരുന്നത് 120 രൂപയാണ്. പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ. ഇത്ര വലുപ്പത്തിലുള്ള പ്ലാന്റ് ആയിരിക്കും തരുന്നത്. ഇതുപോലുള്ള കുഞ്ഞു വെളുത്ത് മനോഹരമായിട്ടുള്ള ഫ്ലവേഴ്സ് ഇതിലും ഉണ്ടാകുന്നുണ്ട്. നല്ല സ്മെല്ലുമാണ് ഫ്ലവേഴ്സിന്. അടുത്തതൊരു ക്രീപ്പർ പ്ലാന്റായ യെല്ലോ ജാസ്മിൻ്റെ തൈകളാണ് കേട്ടോ. അപ്പോൾ ഈ വലുപ്പത്തിലുള്ള തൈകളാണ് നമ്മൾ തരുന്നത്. റേറ്റ് വരുന്നത് 70 രൂപയാണ്. ഇത് ചട്ടിയിൽ ബുഷായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. ഇനി ക്രീപ്പറായിട്ട് വേണമെങ്കിൽ അങ്ങനെയും വളർത്താം. അടുത്ത പ്ലാന്റ് വരുന്നത് ലൈറ്റ് പിങ്ക് കളറിലുള്ള കുഫിയ പ്ലാന്റിൻ്റെ തൈകളാണ്. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് 30 രൂപയാണ്. ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ്. അടുത്ത പ്ലാന്റ് പൗഡർ പഫിൻ്റെ പിങ്ക് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ്സിൻ്റെ തൈകളാണ്. റേറ്റ് വരുന്നത് 50 രൂപയാണ്. പ്ലാന്റ് സൈസ് ഈ കാണിക്കുന്നതാണ്. അടുത്തത് പവിഴമല്ലിയുടെ തൈകളാണ് കേട്ടോ. നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തതാണ്. വീണ്ടും വീണ്ടും ആവശ്യക്കാരുള്ളൊരു പ്ലാന്റാണ്. ഇതിൻ്റെ ഈ വലിപ്പത്തിലുള്ള തൈക്ക് റേറ്റ് വരുന്നത് 50 രൂപയാണ്. അടുത്തത് ശ്രീലങ്കൻ മുല്ലയുടെ തൈകളാണ് കേട്ടോ. ഇതുപോലത്തെ വെളുത്ത ഫ്ലവേഴ്സ് ഉണ്ടാകാറുണ്ട്. തറയിൽ വേണമെങ്കിൽ അങ്ങനെ വയ്ക്കാം, ചട്ടിയിൽ വേണമെങ്കിൽ അങ്ങനെയും വയ്ക്കാം. റേറ്റ് വരുന്നത് 60 രൂപയാണ്. പ്ലാന്റ് സൈസ് വരുന്നത് ഇതാണ്. അടുത്തത് ക്രീപ്പർ പ്ലാന്റായ മണിമുല്ലയുടെ തൈകളാണ്. ഒരുപാട് പേര് ആവശ്യപ്പെട്ട പ്ലാന്റാണ്. നമ്മൾ ഒരുപാട് പേർക്ക് 10-15 വീതമൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് പ്ലാന്റ് സൈസ്. റേറ്റ് വരുന്നത് 35 രൂപയാണ്. അടുത്ത സെയിലിനായിട്ടുള്ളത് ക്രീപ്പർ പ്ലാന്റായ കോഞ്ചിയുടെ തൈകളാണ്. കോഞ്ചി അല്ലെങ്കിൽ പിങ്ക് പെട്രിയ എന്നൊക്കെ പറയും. വള്ളിച്ചെടിയാണ്. റേറ്റ് വരുന്നത് 50 രൂപയാണ്. ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ്. അടുത്തതും ക്രീപ്പർ പ്ലാന്റായ ലെമൺ വൈൻ്റെ തൈകളാണ് കേട്ടോ. വെളുത്ത സുന്ദരമായിട്ടുള്ള ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാകുന്നത്. ഇതിൻ്റെ കായ്കൾ അച്ചാറിടാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. റേറ്റ് വരുന്നത് 45 രൂപ. അടുത്തത് പനാമ റോസിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്. ഇതാണ് കേട്ടോ അതിലുണ്ടാകുന്ന ഫ്ലവേഴ്സ്. റേറ്റ് വരുന്നത് 60 രൂപയാണ്. പ്ലാന്റ് സൈസ് ഈ കാണിക്കുന്നതാണ്. സെയിം സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും നമ്മൾ അയച്ചു തരുന്നത്. അടുത്തത് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ആയ എഗ് ഫ്രൂട്ടിൻ്റെ തൈകളാണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. പ്ലാന്റ് സൈസ് ഈ കാണിക്കുന്നതാണ്. റേറ്റ് വരുന്നത് 70 രൂപ. നല്ല ടേസ്റ്റി ഫ്രൂട്ടാണ്. അത്യാവശ്യം മരമായിട്ട് വളർന്നു പോകുന്നത് തന്നെയാണ്.
യെല്ലോ കളറിലുള്ള ഫ്രൂട്ടാണ് ഇതിലുണ്ടാകുന്നത്. അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ഗ്രൗണ്ട് ഓർക്കിഡാണ് കേട്ടോ. ഇത് നമ്മൾ സാധാരണ സെയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് അതിലുണ്ടാകുന്ന ഫ്ലവേഴ്സ്. റേറ്റ് വരുന്നത് 60 രൂപയാണ്. 1 ഷൂട്ട് പ്ലാന്റിനായിരിക്കും 60 രൂപ റേറ്റ് വരുന്നത്. അടുത്തത് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഇറിഗേറ്റഡ് ഗന്ധരാജൻ്റെ തൈകളാണ്. നല്ല വെളുത്ത മനോഹരമായിട്ടുള്ള ഫ്ലവേഴ്സാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നല്ല മണമുള്ള ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് 60 രൂപയാണ്. പ്ലാന്റ് സൈസ് ഈ കാണിക്കുന്നതാണ്. അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് എക്സോറയുടെ റെഡ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് കേട്ടോ. നല്ല ബഞ്ചായിട്ട് തന്നെ ഫ്ലവർ ഉണ്ടാകും. അപ്പോൾ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 50 രൂപയാണ്. അടുത്തത് എക്സോറയുടെ തന്നെ വേറൊരു വെറൈറ്റിയാണ്. റെഡും ഓറഞ്ചും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ്. ഈ കാണിക്കുന്നതാണ് കേട്ടോ. പ്ലാന്റ് സൈസ് വരുന്നത് ഇതാണ്. ഇതിനും റേറ്റ് വരുന്നത് 50 രൂപ തന്നെയാണ്. ആവശ്യക്കാർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് മാത്രം അയയ്ക്കുക. പരമാവധി കോൾസ് ഒഴിവാക്കുക. രാത്രി 10 മണിക്ക് ശേഷമൊക്കെ കോൾ വരുന്നുണ്ട്. മെസ്സേജ് മാത്രം അയയ്ക്കുക കേട്ടോ. അടുത്ത സെയിലിനായിട്ടുള്ളതും എക്സോറോയുടെ തന്നെ വേറൊരു വെറൈറ്റിയാണ്. ഇതുപോലത്തെ നല്ല പിങ്ക് ഷെയ്ഡിലുള്ളതാണ്. അപ്പോൾ ഇത് പൊക്കം വയ്ക്കുന്നതാണ്. റേറ്റ് വരുന്നത് 60 രൂപയാണ്. ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ്. അടുത്തത് ക്രീപ്പർ പ്ലാന്റായ ഹണി സക്കിളിൻ്റെ തൈകളാണ് കേട്ടോ. ഒരു ചെടിയിൽ തന്നെ 2 കളറിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്നുണ്ട്. റേറ്റ് വരുന്നത് 80 രൂപയാണ്. അതുപോലെ തന്നെ നല്ല മണമുള്ള ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാകുന്നത്. അപ്പോൾ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 80 രൂപയാണ്. ഇത് ഫ്രൂട്ട് പ്ലാന്റായ പനിനീർ ചാമ്പ അല്ലെങ്കിൽ മലയൻ ചാമ്പയുടെ തൈകളാണ്. ഇത് നല്ല മരമായിട്ട് പോകുന്നതാണ്. ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 70 രൂപയാണ് കേട്ടോ. ഫ്രൂട്ട് നല്ല ടേസ്റ്റിയാണ്. ഫ്രൂട്ടിൻ്റെ പിക്ചർ നമ്മൾ സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചട്ടിയിൽ വളർത്താൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മരമായിട്ട് പോകുന്ന ടൈപ്പാണ് കേട്ടോ. അടുത്തതൊരു പാം വെറൈറ്റിയാണ്. ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാം വെറൈറ്റിയാണ്. ഈ വലിപ്പത്തിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 100 രൂപയാണ്. അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് മിനിയേച്ചർ ടൈപ്പിൽപ്പെട്ട നന്ദ്യാർ വട്ടത്തിൻ്റെ തൈകളാണ്. ഇത് യെല്ലോ കളറിൽ ലീവ്സാണ് ഇതിലുണ്ടാകുന്നത്. ഇതുപോലത്തെ കുഞ്ഞു വെളുത്ത ഫ്ലവേഴ്സ് ഉണ്ടാകുന്നുണ്ട്. റേറ്റ് വരുന്നത് 40 രൂപയാണ്. ഇതിൻ്റെ തന്നെ വെരിഗേറ്റഡ് ലീഫ് നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഈ കാണിക്കുന്നതാണ് കേട്ടോ പ്ലാന്റ് സൈസ്. ഇതിലും കുഞ്ഞു വെളുത്ത് മനോഹരമായിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്നുണ്ട്. ഈ വലിപ്പത്തിലുള്ള തൈകൾക്കും റേറ്റ് വരുന്നത് 40 രൂപയാണ്. ഇതിൻ്റെ തന്നെ ഗ്രീൻ വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട്. അടുത്തത് ചൈനീസ് ക്രോട്ടൻ്റെ തൈകളാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ വെരിഗേറ്റഡ് ലീഫോട് കൂടിയ പ്ലാന്റുകളായിരിക്കും. പിന്നെ ഇതിൻ്റെ ലീഫിൻ്റെ അടിവശം നല്ല മെറൂൺ കളറിലായിരിക്കും. നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് വയ്ക്കുക. ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 60 രൂപയാണ്. അടുത്ത പ്ലാന്റ് കുടംപുള്ളിയുടെ ബഡ് ചെയ്ത തൈകളാണ് കേട്ടോ. അപ്പോൾ ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ്. ഇതിൻ്റെ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 140 രൂപയാണ്. അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഫ്ലവറിങ് പ്ലാന്റ്സായ മെഡിനിലയുടെ തൈകളാണ് കേട്ടോ. ഒരുപാട് ദിവസം ലാസ്റ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാകുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ്. ഇതിൻ്റെ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 120 രൂപയാണ്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് ആരെങ്കിലും കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. അടുത്ത പ്ലാന്റ് വരുന്നത് റോസിഡ യെല്ലോയുടെ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് കേട്ടോ. അപ്പോൾ ഇത് ഓഫർ റേറ്റാണ്. 70 രൂപയ്ക്കാണ് ഈ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത്. പ്ലാന്റിൻ്റെ വലിപ്പം കണ്ടല്ലോ, മുട്ടൊക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റുകളാണ് കേട്ടോ. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ്. റേറ്റ് വരുന്നത് 70 രൂപ. അടുത്ത പ്ലാന്റ് ബോൾ അരേലിയുടെ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്. ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ്. റേറ്റ് വരുന്നത് 30 രൂപ. ചട്ടിയിൽ ബോളിൻ്റെ രൂപത്തിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും. അടുത്തത് ചൈനീസ് പേരയുടെ തൈകളാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു ലീഫായിരിക്കും ഇതിലുണ്ടാകുന്നത്. അതാണ് ഈ പേരയുടെ പ്രത്യേകത. അതുപോലെ തന്നെ ഫ്രൂട്ടും ചെറുതായിരിക്കും, പക്ഷേ നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടുകളാണ് ഇതിലുണ്ടാകുന്നത്. ഇതിൻ്റെ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 80 രൂപയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്ലാന്റ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പ്ലാന്റ്സ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. വളരെ പെട്ടെന്ന് തന്നെ പ്ലാന്റ്സുകൾ അയച്ചു തരുന്നതായിരിക്കും. പ്ലാന്റ്സ് അയച്ചതിന് ശേഷം ഞങ്ങൾ ട്രാക്കിംഗ് ഐഡി നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. ഇത്രയും നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കട്ടെ. വീണ്ടും പുതിയൊരു ഓഫർ സെയിൽ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഓക്കെ, ബൈ, സീ യു.